നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സയൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഡിബേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സയൻസിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ്? അല്ലെങ്കിൽ സയൻസ് ദൈവ അസ്തിത്വം, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആശയത്തെ എന്തെങ്കിലും രീതിയിൽ പ്രൂവ് ചെയ്യുകയോ ഡിസ്പ്രൂവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ഇത് വളരെ ചൂടുപിടിച്ച ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ഒരുപക്ഷെ അധിക്ഷേപിക്കലുകൾക്കും പോലും കാരണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദൈവവിശ്വാസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി ആയിരിക്കാം, ഒരു സന്ദേഹവാദിയായിരിക്കാം, പൊസിഷൻ എന്തു തന്നെ ആയാലും ഇതുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ ദൈവാസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ഡിസ്കംഫർട്ട് തോന്നുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നാലെയുള്ളൊരു അന്വേഷണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. തീർത്തും നിഷ്പക്ഷമായി, ലോജിക്കലായി, സയൻറ്റിഫിക് ആയിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനത്തിലാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. സയൻസ് ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ചോദ്യമാണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിലുള്ള രണ്ട് വാക്കുകളും പ്രത്യേകം എടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് കടക്കാൻ. അതായത് സയൻസ്, ദൈവം. സയൻസ് എന്താണ് എന്ന ചോദ്യത്തിന് 100% യൂണിവേഴ്സൽ എന്ന് വിളിക്കാവുന്ന ഒരു ഡെഫിനിഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിൻ്റെ രൂപത്തിൽ നാച്ചുറലായിട്ടുള്ള കാരണങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് സമാഹരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അല്ലെങ്കിൽ സയൻസ് എന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത് കുറേ അറിവുകളല്ല, അറിവുണ്ടാക്കാനുള്ള മാർഗത്തെയാണ്. അതിനാണ് നമ്മൾ പൊതുവെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി ആ രണ്ടാമത്തെ വാക്കാണ് പലപ്പോഴും കുറച്ച് പ്രശ്നമായിട്ട് മാറുന്നത്, ദൈവം. ഇതൊരു പ്രശ്നമാണ് എന്ന് വിളിക്കുന്നതിന് കാരണം, ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ സയൻസിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനോ പരിശോധിക്കാനോ ശ്രമിക്കുമ്പോൾ ഒരു വെല്ലുവിളി, പല ആളുകൾ പല സങ്കല്പത്തെയാണ് ദൈവം എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതായത് പേരൊന്നാണെങ്കിലും ഇതിൻ്റെ ഒന്നും അർത്ഥമോ ഡിസ്ക്രിപ്ഷനോ വിവരണമോ ഒരുപോലെയല്ല. പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ സയൻസ് ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ ദൈവം എന്ന് പറയുന്ന സംഗതി എന്താണ് എന്ന കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ നിർവചനം, ഒരു ഡെഫിനിഷൻ വേണം. അങ്ങനെ ഒന്ന് യൂണിവേഴ്സലി നിലവിലില്ല. അപ്പോൾ ഇവിടുത്തെ തൽക്കാലത്തെ ഈ ചർച്ചയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പൊതുവിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പോപ്പുലറായിട്ടുള്ള 3 ദൈവസങ്കല്പങ്ങളെ നമുക്കെടുക്കാം. അതിൽ ഒന്നാമത്തേതിനെ നമുക്കൊരു പേഴ്സണൽ ഗോഡ് എന്ന് വിളിക്കാം. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളുള്ള ദൈവസങ്കല്പം. ഇതിന് പൊതുവെ ക്ലാസിക്കൽ തീയിസം എന്നാണ് വിളിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സംഘടിത മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഈ ക്ലാസിക്കൽ തീയിസത്തിൽ വരുന്ന പേഴ്സണൽ ഗോഡ്. പ്രത്യേകിച്ച് എബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം, ഈ മതങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ദൈവസങ്കല്പത്തെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഈ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച, ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇപ്പോഴും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്ന, നമ്മളോട് ഇടപെടുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, നമ്മളുടെ കുറ്റങ്ങൾക്ക് ശിക്ഷ തരുന്ന, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം തരുന്ന തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗോഡിനെയാണ് ഈ ക്ലാസിക്കൽ തീയിസം മുമ്പോട്ട് വെക്കുന്നത്. രണ്ടാമതൊരു തരം ദൈവസങ്കല്പമുള്ളത്, അതിനെ നമ്മൾ വിളിക്കുന്നത് ഡൈയിസ്റ്റിക് ഗോഡ് എന്നാണ്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതായത് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുന്ന യൂണിവേഴ്സിനെ തുടക്കമിടുന്നത് ദൈവമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ദൈവം പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടുന്നില്ല. ദൈവത്തിന് ഒരു ക്രിയേറ്ററുടെ റോള്, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്ററുടെ റോൾ, ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന അണ്ടകടാഹത്തിൻ്റെ സകല കാര്യങ്ങളും തുടങ്ങി വെച്ചത് ഈ ദൈവമാണെങ്കിലും പുള്ളി അതിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡൈയിസ്റ്റിക് സങ്കല്പം എന്നുകൊണ്ട് പൊതു ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരെണ്ണമുണ്ട് ഇമ്മനൻ്റ് ഗോഡ് എന്ന് വിളിക്കുന്ന. അതായത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഇതിൻ്റെ അസ്തിത്വം തന്നെയാണ്, അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യം തന്നെയാണ് ദൈവം, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെയാണ് ദൈവം. ഇവിടെ നിൽക്കുന്ന ജീവിതങ്ങളും, ഇവിടെ നമ്മൾ കാണുന്ന തൊടുന്നതും തൊടാൻ പറ്റാത്തതുമായിട്ടുള്ള സകല വസ്തുക്കളും, സകല സംഗതികളും ചേർന്ന ആ എൻറ്റിറ്റിയാണ് ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ അതാണ് ഇമ്മനൻ്റ് ഗോഡ്. അപ്പോൾ ഈ 3 തരം ദൈവസങ്കല്പങ്ങളാണ് നമ്മൾ നിരവധി തരം ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും പോപ്പുലറായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്താൽ പേഴ്സണൽ ഗോഡ്, ഡയസ്റ്റിക് ഗോഡ്, ഇമ്മനൻ്റ് ഗോഡ്.
ഇനി ഇന്നത്തെ മോഡേൺ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ധാരണകൾ പരിശോധിക്കുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരു ദൈവസങ്കല്പത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സയൻസിനെ ഒരു മാർഗമായിട്ടൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് 4-5 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പും നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചിട്ട് ഒരുപാട് ധാരണകളുണ്ടായിരുന്നു. സയൻസ് വന്നതിന് ശേഷം അതിൽ പല ധാരണകളും തിരുത്തപ്പെട്ടു, പല ധാരണകളും പാടെ ഒഴിവാക്കപ്പെട്ടു. എന്നാൽ നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് പിന്തുടർന്ന് ഫോളോ അപ്പ് ചെയ്യപ്പെട്ട് കൂടുതൽ അറിവുകൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 1-2 നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യരാശി ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രപഞ്ച അസ്തിത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കോസ്മോളജിയിലൊക്കെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പ്രപഞ്ച വികാസത്തിൻ്റെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ പോലും 10, 20, 30 വർഷങ്ങൾക്കിടയിലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള അറിവാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ചരിത്രത്തിൽ പണ്ട് നമുക്ക് അറിയില്ലാതിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളായിട്ടാണ് ദൈവസങ്കല്പത്തെ ആളുകൾ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പോകുന്നത് നമുക്കറിയാം. പണ്ടൊരു കാലത്ത് അത് ഭൂമിക്ക് ചുറ്റുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യൻ കരുതിയിരുന്നു. കാരണം മനുഷ്യനെ കേന്ദ്രമാക്കി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇന്നും മനുഷ്യനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഭൂമിക്ക് ചുറ്റുമാണ് പോകുന്നതെന്ന് കരുതിയിരുന്നു. ഇതിന് കാരണമായിട്ടുള്ളത് ഈ സെലസ്റ്റിയൽ ആയിട്ടുള്ള സ്വർഗത്തിൽ നമ്മൾ കാണുന്ന ആകാശ വസ്തുക്കളൊക്കെ ചലിക്കുന്നതിന് കാരണം ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ദൈവ ഇച്ഛയാണ് എന്ന് കരുതിയിരുന്നു. അങ്ങനെ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മഴ താഴേക്ക് വീഴുന്നതും വസ്തുക്കളെല്ലാം താഴേക്ക് തന്നെ വീഴുന്നതും മഴ പെയ്യുന്നതും ഇടിമിന്നലുണ്ടാകുന്നതും ഭൂമികുലുക്കുണ്ടാകുന്നതും ഒക്കെ ദൈവേച്ഛ കൊണ്ടാണ് എന്ന് കരുതിയിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇന്നത്തെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതെല്ലാം തീർത്തും നാച്ചുറലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും ആ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ബാഹ്യ ഇടപെടലിൻ്റെ ആവശ്യം ഇല്ല എന്ന് നമുക്കറിയാം. അത് ഒരുവിധപ്പെട്ട സ്കൂൾ കുട്ടികൾ പോലും പഠിക്കുന്ന അറിവിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തെക്കുറിച്ചുള്ള സയൻസിൻ്റെ ധാരണകൾ പൂർണ്ണമാണ് എന്നല്ല. നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ നമുക്കിപ്പോഴും മിസ്റ്റീരിയസ് എന്ന് തോന്നുന്ന നിഗൂഢത ഉണ്ട് എന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ട്. ഉദാഹരണത്തിന് പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഫിസിക്സിൽ ഏറ്റവും പരക്കെ ഇന്ന് അംഗീകരിക്കപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ തെളിവുകളുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് നമുക്കറിയാം ബിഗ് ബാങ് സിദ്ധാന്തമാണ്. പക്ഷേ ബിഗ് ബാങ് സിദ്ധാന്തം പ്രപഞ്ചം എങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തി, അത് എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു സൂചന നൽകുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ബിഗ് ബാങ് ഉണ്ടായത് എന്നോ ബിഗ് ബാങ്ങിന് മുമ്പ് എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നോ അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോഴും ധാരണയില്ല. അപ്പോൾ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്, എവിടെ നിന്ന് പ്രപഞ്ചം ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രകൃതിയെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതി നിയമങ്ങളെല്ലാം പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ ഏതാനും ഒരു നിമിഷത്തിൻ്റെ വളരെ 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 ചെറിയൊരു അംശം സമയമാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മളുടെ നിലവിലുള്ള ഭൗതികശാസ്ത്രത്തിലെ അറിവുകൾ ബ്രേക്ക് ആവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പിന്നിലേക്ക് നമുക്ക് ഈ അറിവ് പ്രോബ് ചെയ്ത് പോകാനുള്ള സാഹചര്യം നിലവിലില്ല. അത് ഒരു പോയിൻ്റാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിൽ ഉള്ള പല ഭൗതിക കോൺസ്റ്റൻറ്റുകൾ, സ്ഥിരാംഗങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ആയാലും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ വിളിക്കുന്ന നാച്ചുറൽ കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പല വാല്യൂസും ഒരു ചെറിയ റേഞ്ചിൽ മാറിയാൽ പോലും നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു യൂണിവേഴ്സ് സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ നമ്മുടേതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഫോംസിന് നിലനിൽക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിന് അനുകൂലമായ രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫൈൻ ട്യൂൺഡ് ആയിട്ട് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. ഇതേ ചാനലിൽ മുമ്പ് നമ്മൾ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ഇത് ഒരുപാട് മറുവാദങ്ങളുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ പോലും എന്തുകൊണ്ട് അങ്ങനെയായി എന്ന ചോദ്യത്തിന് വേണമെങ്കിൽ നമുക്കൊരു നിഗൂഢതയായിട്ട് വിശേഷിപ്പിക്കാം. ഇനി പ്രകൃതി നിയമങ്ങൾ എന്ന് നമ്മൾ വെച്ച നിയമങ്ങൾ, അത് നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവയുടെ രൂപം എന്താണ് എന്നൊക്കെ സാമാന്യം നന്നായിട്ടൊന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇത്തരം പ്രപഞ്ച നിയമങ്ങൾ നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രപഞ്ചം ചില ക്രമങ്ങൾ പാലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്, ആ ചോദ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു നിഗൂഢമായിട്ടുള്ള ചോദ്യമായിട്ട് പറയാം. കാരണം അതിന് നമുക്ക് ഉത്തരവില്ല. പ്രപഞ്ചം എന്തിന് ചില നിയമങ്ങൾ അനുസരിക്കണം, ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. അതുപോലെ ബോധം എന്ന് പറയുന്ന പ്രതിഭാസം മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് നമുക്കറിയാമെങ്കിലും മസ്തിഷ്ക പ്രവർത്തനങ്ങളെ നമുക്ക് ന്യൂറോ സയൻസിലൂടെ വിശദീകരിക്കാൻ കഴിയുമ്പോഴും അതിൽ നിന്നും എങ്ങനെയാണ് ബോധം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകുന്നത്, ഇതിനെ നമ്മൾ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യാറുണ്ട്. ഇതും നമുക്കിന്ന് കൃത്യമായി ഒരു സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഗ്യാപ്പുകൾ, വിടവുകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാടെണ്ണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം സയൻസിലെ അറിവ് അന്വേഷണം
ഒരിക്കലും തീരാത്ത ഒരു പ്രക്രിയയാണ്. ഓരോ പുതിയ ഉത്തരവും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാക്കും, നമ്മളത് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ പല ആളുകളും ഇത്തരം അറിവുകളിലുള്ള വിടവുകളെ ഇതിന് പിന്നിലൊരു ബോധപൂർവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡിസൈനറുടെ സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് എന്ന് വാദിക്കാറുണ്ട്. അതായത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നിഗൂഢമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും ആ പിന്നിലുള്ള കാരണത്തെയാണ് പല ആളുകളും ദൈവം എന്ന് പറയുന്ന ആ ബാഹ്യ ഏജൻ്റായിട്ട് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വേറെ കുറേ ആളുകൾ ഇത്തരം വിടവുകളെ നിലവിൽ നമുക്ക് ഇനിയും അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത്. അതായത് ഇപ്പോൾ അത് അൺനോൺ ആണെങ്കിലും അത് അൺനോവബിൾ ആണ് എന്നർത്ഥമില്ല. ഇപ്പം നമുക്കറിയില്ല, പക്ഷേ നാളെ അറിഞ്ഞുകൂടുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് മഴ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാത്ത കാര്യം ഉണ്ടായിരുന്നു. മഴവിൽ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്കറിയില്ലായിരുന്നു. അപകടങ്ങളുടെ ദുസ്സൂചനകളാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന വാൽ നക്ഷത്രങ്ങൾ എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിതെല്ലാം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാരണങ്ങളായിട്ട് കരുതിയിരുന്നുവെങ്കിലും ഇന്ന് അവയ്ക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം സയൻസിലൂടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഇന്ന് നമ്മൾ അറിയില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും നാളെ ഉത്തരം കണ്ടെത്തിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവസങ്കല്പത്തിന് അവിടെ റോളില്ല. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ 3 ദൈവസങ്കല്പങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്മനൻ്റ് ഗോഡ് എന്ന് പറയുന്ന ഈ കാണുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ദൈവം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ. അവരുടെ ദൈവസങ്കല്പത്തിന് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ലോകധാരണയായിട്ട് പ്രത്യേകിച്ച് കോൺട്രഡിക്ഷനോ ക്ലാഷോ ഒന്നും തന്നെ ഇല്ല. കാരണം അതിന് പ്രത്യേകിച്ച് തെളിവിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ദൈവമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ തെളിവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇമ്മനൻ്റ് ഗോഡ് വേണമെങ്കിൽ നമുക്ക് സത്യമാണെന്ന് വാദിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന വസ്തുക്കളുടെ ഒരു പുതിയ ലേബൽ മാത്രമായിട്ട് ദൈവം മാറും. അതിന് പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് റെലവൻസ് ഇല്ലാതാകും. കാരണം നമ്മൾ പല പേരിൽ വിളിക്കുന്ന സംഗതികളെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ യൂണിവേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നൊരു സംഗതിയെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ദൈവസങ്കല്പം ഡയസ്റ്റിക് ഗോഡ്, അതായത് എല്ലാം ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ഒരു ദൈവം ഒരു ലോകത്തെ ഉണ്ടാക്കി വെക്കുന്നു, ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ ചലിപ്പിക്കുന്നു. ഒരു ക്ലോക്ക് മേക്കർ ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിന് കീ കൊടുത്ത് ചലിക്കാൻ അനുവദിക്കുന്ന പോലെ അതങ്ങ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദൈവം ഇടപെടുന്നില്ല. അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് വിശദീകരിക്കുമ്പോൾ അതിനെ നമുക്ക് ഈ ദൈവസങ്കല്പമായിട്ട് മാച്ച് ചെയ്തിരുത്താൻ പറ്റും. പക്ഷേ ദൈവം ഇപ്പോഴുള്ള യൂണിവേഴ്സുമായിട്ട് യാതൊരു രീതിയിലും ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന് തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ കഴിയില്ല. ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ദൈവത്തോടുള്ള പ്രാർത്ഥനയോ അത്തരം ദൈവത്തിൻ്റെ പേടിയോ അത്തരം ദൈവത്തിൻ്റെ ക്രോധത്തെയോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും സയൻറ്റിഫിക്കലി പ്രത്യേകിച്ചൊരു റെലവൻസ് ഇല്ലാത്ത സങ്കല്പമാണ്. മൂന്നാമത്തെ ആശയമായിട്ടുള്ള ആ ബാക്കിയുള്ള പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം കാണേണ്ടി വരുന്നത്. അതായത് അത് എപ്പോഴും പ്രപഞ്ചത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് ഉള്ള ദേഷ്യവും പ്രീതിയും അങ്ങനെയുള്ള മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങൾ ബാധകമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗുണങ്ങളുള്ള ദൈവമാണ്. ആ ദൈവം പ്രാർത്ഥന കേൾക്കും, ആ ദൈവം ദിവ്യ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദിവ്യ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നിലവിലുള്ള നാച്ചുറൽ ലോസിൻ്റെ വയലേഷനാണ്. പ്രകൃതി നിയമങ്ങൾ തെറ്റിക്കുമ്പോഴാണ് നമ്മളതിനെ ദിവ്യ അത്ഭുതം എന്ന് വിളിക്കുന്നത്. അതിന് സയൻസുമായിട്ട് ഒരു കോൺട്രഡിക്ഷൻ വരും. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രപഞ്ച നിയമങ്ങൾ ലോകത്തെ എല്ലായിടത്തും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ദേ ആർ യൂണിവേഴ്സൽ. ഒരേ സാഹചര്യത്തിൽ ഒരേ കാര്യങ്ങൾക്ക് ഒരേ ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ കേസുകൾ ഉള്ളതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന ആശയം ഇതിന് കോൺട്രഡിക്ടറിയാണ്. കാരണം ഈ പറയുന്നത് പോലെ നിരന്തരം ഇടപെടുകയും നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി നിങ്ങൾക്കനുസരിച്ചിട്ട് നാച്ചുറൽ കോഴ്സ് നടക്കേണ്ട ഒരു കാര്യത്തെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രകൃതി നിയമങ്ങൾക്കെതിരാവും. അതായത് പേഴ്സണൽ ഗോഡിന് സത്യത്തിൽ ലോകത്തെക്കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇരിക്കാൻ സ്ഥലമില്ല. അതായത് ലോകത്തെക്കുറിച്ച് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവസങ്കല്പം, ഈ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന സങ്കല്പം പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, കോൺട്രഡിക്ടറിയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ശരിയാകണമെന്നുണ്ടെങ്കിൽ അവ കോൺട്രഡിക്റ്റിംഗ് ആവാൻ സാധ്യതയില്ല. അതൊരു ബേസിക് ലോജിക്കൽ പ്രശ്നമാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ അംഗീകരിക്കണം. ഈ രണ്ടും പരസ്പരം മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും തെറ്റാണ്.
ഇത് രണ്ടും കൂടി ശരിയാകുമ്പോൾ അവയ്ക്ക് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ലോകത്തെക്കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന ആശയത്തിന് ഒരുപാട് കാര്യങ്ങൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ നമുക്കെടുക്കാൻ സാധിക്കൂ. ഇനി പലപ്പോഴും സംവാദങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഈശ്വരവിശ്വാസി വേഴ്സസ് നിരീശ്വരവാദി തർക്കങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അവിടെ കാണാവുന്നൊരു പ്രധാന ട്രെൻഡ് എന്ന് പറയുന്നത് ഈശ്വരനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾ, അത് ആരുമായിക്കൊള്ളട്ടെ, അതൊരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ദൈവവിശ്വാസിയാകാം, അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാകാം. അത്തരം ആളുകൾ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നത് ഡൈസ്റ്റിക് ആയിട്ടുള്ള ദൈവത്തിൻ്റെ പേരിലാണ്. അതായത് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ്, ഈ കാണുന്ന ക്രമം എങ്ങനെയുണ്ടായി, ബോധം എങ്ങനെയുണ്ടായി, ഇതിന് പിന്നിൽ നമുക്ക് ഇന്ന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് പിന്നിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ക്രിയേറ്റർ, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ട് എന്ന വാദമായിരിക്കും അവർ മുമ്പോട്ട് വെക്കുക. ഇത് പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന ആശയമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈസ്റ്റിക് ഗോഡ് എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിലവിൽ സയൻസിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. അതാണ് സയൻസിൻ്റെ രീതി. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ വേണമെങ്കിൽ ആ ദൈവസങ്കല്പത്തിന് നമുക്ക് ജാമ്യം കൊടുത്ത് പാസ്സാക്കാം. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഉടനെ തന്നെ ഈ ഈശ്വര വിശ്വാസി ഒരു ചാട്ടം ചാടും. അതായത് ഈ ഡൈസ്റ്റിക് ദൈവം പാസ്സായതോടുകൂടി ഉടനെ തന്നെ ആ ദൈവത്തെ അവർ ഒരു പേഴ്സണൽ ഗോഡാക്കി മാറ്റും. അതായത് പിന്നെ അവർ അമ്പലത്തെക്കുറിച്ച് സംസാരിക്കും, പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കും, വിശുദ്ധ പുസ്തകങ്ങളിലുള്ള ദിവ്യ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കും. ബാക്കിയെല്ലാം പിന്നെ ന്യായീകരിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു വലിയ ലോജിക്കൽ പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വാദിച്ച് പാസ്സാക്കിയിട്ട് വേറൊരു കാര്യത്തെയാണ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കോടതിയിൽ ഒരാൾ മോഷ്ടിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൊണ്ടുവന്നാൽ മോഷണ കേസ് ചാർജ് ചെയ്യാൻ പറ്റൂ, കൊലക്കേസ് ചാർജ് ചെയ്യാൻ അത് പോരാ. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഡൈസ്റ്റിക് ആയിട്ടുള്ള ദൈവത്തെ വാദിച്ച് ജയിച്ച ശേഷം അത് പേഴ്സണൽ ദൈവത്തിനുള്ള ജയമായിട്ട് മാറ്റി വ്യാഖ്യാനിച്ചു കളയും. അത് ലോജിക്കലി പ്രശ്നമുള്ളതാണ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നൊരു ചൊല്ലുണ്ട് അല്ലേ? അപ്പോൾ പുക കണ്ടാൽ എവിടെയെങ്കിലും തീ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും തീ എവിടെയോ ഉള്ളതിൻ്റെ ഒരു തെളിവാണ് പുക എന്ന് വാദിക്കുന്നതിന് നമുക്ക് ന്യായമായി പറയാം. പക്ഷേ ആ തീ കത്തിച്ചത് ആരാണ് എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാമെന്നും അയാൾ ഇന്നയാളാണ്, അയാളുടെ പേര് ഇതാണ്, അയാളുടെ ജോലി ഇതാണ്, ഇങ്ങനെയുള്ള അയാളുടെ ബാക്കി എല്ലാ വിവരണങ്ങളും കൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ട്. അതായത് പുക ഉണ്ടാകുന്നത് തീ കാരണമാണ് എന്ന് വാദിക്കാം, പക്ഷേ ആ തീ ആരുണ്ടാക്കിയതാണ് എന്നതിൻ്റെ തെളിവ് അതിനോടൊപ്പം ഉണ്ടാകുന്നില്ല. തീ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വാദിക്കാമെന്നേ ഉള്ളൂ. ആ തീ കത്തിച്ചത് ആരാണെന്നും അയാളുടെ ബാക്കി അസംഖ്യം സവിശേഷതകളും ഉടനെ വ്യാഖ്യാനിക്കുന്നതിനകത്ത് ഈ പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഡൈസ്റ്റിക് ദൈവം എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ. അതായത് നിലവിൽ നമുക്ക് അറിയാത്ത, പ്രത്യേകിച്ച് പ്രപഞ്ച ഉൽപ്പത്തി പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയാത്ത ഒരുപാട് വശങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ പാസ്സാക്കാമെന്ന് തൽക്കാലം അവിടെ സമ്മതിച്ചെങ്കിലും അതൊരു സംശയത്തിൻ്റെ ആനുകൂല്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചതെങ്കിലും അതിന് വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് നിലവിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള ഒരു കാൻഡിഡേറ്റ് ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ആശയത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഒരു നിഗൂഢതയ്ക്ക് മറുപടിയായിട്ട് നമ്മൾ മറ്റൊരു നിഗൂഢതയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്നും കാണണം. അതായത് നിഗൂഢതകൾ അവിടെ ഇല്ലാതാക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തിനും ഒരു തുടക്കം ആവശ്യമുണ്ട് എന്ന ന്യായം ഒരുപാട് പേർ പറയാറുണ്ട്. അതായത് നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ സംഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതിന് കാരണമായിട്ട് നമുക്ക് മറ്റു എന്തിനെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എവറിത്തിങ് ഹാസ് എ റീസൺ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഒരു കാരണം വേണ്ടേ? ആ കാരണം ഒരു ദൈവമായി കൂടെ എന്ന ചോദ്യമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. പക്ഷേ അപ്പോൾ ഉടനെ തന്നെ അത് അടുത്ത ചോദ്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ദൈവം എങ്ങനെ ഉണ്ടായി? ദൈവത്തെ ആരാണ് ഉണ്ടാക്കിയത്? ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രപഞ്ചം താനേ ഉണ്ടാകില്ല എന്നും അതുണ്ടാക്കാൻ ഒരു ദൈവത്തിൻ്റെ, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ വാദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ഇൻ്റലിജൻറ്റ് ഡിസൈനറായിട്ടുള്ള ദൈവവും ഒരു കോംപ്ലക്സ് സങ്കല്പമായേ പറ്റൂ. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സിന് ഉണ്ടാകാൻ ഒരു കാരണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രിയേറ്റർ ഉണ്ടാകാൻ മറ്റൊരു ക്രിയേറ്റർ വേണ്ടേ? അതായത് ക്രിയേറ്ററിന് താനേ ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ
പ്രപഞ്ചത്തിന് താനെ ഉണ്ടായിക്കൂടെ? ഈ പറയുന്ന ക്രിയേറ്ററിന് മറ്റ് തെളിവുകളൊന്നുമില്ല, താനെ ഉണ്ടായി എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റിലുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മളൊരു ക്രിയേറ്ററിനെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നും ഈ ക്രിയേറ്ററും ഫ്രീ അല്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇനി മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ പ്രപഞ്ചം, പലപ്പോഴും ഈ ഇത്രയും വലിയ എന്ന് പറയുമ്പോൾ അത് എത്രയും വലുതാണ് എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ അല്ല മനസ്സിലാക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം എന്ന് സിമ്പിളായിട്ട് പറയുമ്പോൾ തീരുന്ന അത്ര സിമ്പിളല്ല അതിൻ്റെ ഉള്ളുകള്ളികൾ. അതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് വേറെയും ഉണ്ട്, ഒരുപാട് ഫൈൻ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്കൊക്കെ ഇന്ന് ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഒരുപാട് കടന്നു ചെന്നിട്ടുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങൊക്കെ ചേർത്ത് വേണം നമ്മൾ ഇത്രയും വലിയ പ്രപഞ്ചം എന്ന് പറയാൻ. അപ്പോൾ ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അത്രയും ഗ്രാൻഡായി ഇപ്പോഴും ഇതിനെ നോക്കി നടത്തുകയും ഇവിടെയുള്ള നമ്മളെപ്പോലുള്ള ജീവികളുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു, നമ്മൾ നല്ലതാണോ ചെയ്യുന്നത് മോശമാണോ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി അതിന് കൃത്യമായി മാർക്കിടുകയും ചെയ്യുന്നൊരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് അതിഭയങ്കരമായ സ്കെയിലിലുള്ള ഒരു ക്ലെയിമാണ്. ഇറ്റ്സ് എ വെരി ഗ്രാൻഡ് ക്ലെയിം. അപ്പോൾ പ്രപഞ്ചം ഇത്ര ഗ്രാൻഡും വിശാലമായതുമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇത്ര സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ദൈവവും അതിലും കൂടുതൽ ഗ്രാൻഡായേ പറ്റൂ. അത്രയും ഗ്രാൻഡായ ഒരു സംഗതി നമ്മളിങ്ങനെ വാദിച്ച് തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇത്ര വലിയൊരു സംഗതിക്ക് തെളിവ് അന്വേഷിക്കുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? അത് എല്ലാവർക്കും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടോ സെൽഫ് എവിഡൻ്റ് ആയിട്ടോ ഫീൽ ചെയ്യേണ്ടതല്ലേ? അതായത് ഈ പ്രപഞ്ചം എത്ര വലുതാണ് എന്നുള്ളതിന് നമുക്ക് വേറെ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ ആ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയൊരു സംഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ തെളിവ് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? അത് വേറെ ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി തെളിയിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമാകണ്ടേ? അങ്ങനൊരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്രിയേറ്ററിൽ വിശ്വസിക്കേണ്ടത് ആ ക്രിയേറ്ററിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയേണ്ട ആളല്ലേ ശരിക്കുള്ള ക്രിയേറ്റർ. ഇനി അടുത്ത പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫസ്റ്റ് കോസ് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റാണ്. അത് പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വാദമായിട്ടാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിലും അതൊരു ഫിലോസോഫിക്കൽ നീഡ് മാത്രമാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തുടക്കക്കാരനായിട്ടുള്ള ദൈവത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചത്. ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാകണം എന്നുള്ളത് ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള ലോകധാരണയിൽ അത്ര നിർബന്ധമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫിസിക്സിന് ഒരു ഡിറ്റർമിനിസ്റ്റിക് സ്വഭാവമുണ്ട് എന്നാണ് പറയാറ്. അതായത് എല്ലാം കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നതാണ്. ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് ഈ ലോകം മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നാളെ അത് ഏത് അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ക്വാണ്ടം ഭൗതികമൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തത കുറയുകയാണ് ചെയ്തത്. അതായത് ലോകം ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ക്വാണ്ടം ഭൗതികം ഡീൽ ചെയ്യുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള തലത്തിലാണെന്ന് അറിയാമല്ലോ. അതായത് ആറ്റങ്ങളുടെയും സബാറ്റമിക കണങ്ങളുടെയും ഒക്കെ തലത്തിലാണ് ക്വാണ്ടം ഭൗതികം പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പല പ്രതിഭാസങ്ങളും പ്രത്യേകിച്ച് കാരണമൊന്നും ആരോപിക്കാൻ കഴിയാത്ത രീതിയിലാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു റേഡിയോ ആക്റ്റീവ് ഡീകേ, ചില ആറ്റോമിക് ന്യൂക്ലിയസുകളിൽ നിന്നും സ്വാഭാവികമായി തന്നെ റേഡിയേഷനുകളോ സബാറ്റോമിക് കണങ്ങളോ പുറത്തേക്ക് വരും. അതിനാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് ആറ്റം എപ്പോഴാണ് റേഡിയോ ആക്ടിവിറ്റി പ്രകടിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പോകുന്ന നിയമങ്ങളില്ല. അത് നമുക്കറിയാത്തതല്ല, അത് തീർത്തും പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1000 ആറ്റങ്ങളിൽ ഏതെങ്കിലും 10 ആറ്റങ്ങൾ ചെയ്യുമെന്ന് പറയാൻ നമുക്ക് സാധിച്ചേക്കും, പക്ഷേ അത് ഏത് ആറ്റങ്ങളാണെന്ന് പറയാൻ നമുക്ക് മാർഗങ്ങളില്ല. സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മോഡേൺ ഫിസിക്സിലെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാകേണ്ടതാണ് എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊരു വശം കോസ്മോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കാണുന്ന ഒരു പാറ്റേൺ നമുക്ക് ഈ യൂണിവേഴ്സിലേക്ക് ആസ് സച്ച് അപ്ലൈ ചെയ്യുന്നതിനകത്തും ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്ന സംഗതിയെ ഒരെണ്ണമേ ഉള്ളൂ. നമ്മൾ ബാക്കി എന്ത് വസ്തുവിനെക്കുറിച്ചോ പ്രതിഭാസത്തെക്കുറിച്ചോ സംസാരിച്ചാലും അത് ഈ യൂണിവേഴ്സിനകത്തുള്ളതാണ്. അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്ന ബാക്കിയെല്ലാം. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ നിയമങ്ങളും അതേപടി ഈ യൂണിവേഴ്സിന് മൊത്തത്തിൽ ബാധകമാകണം എന്ന് പറയുന്നതിനകത്തും ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം നമുക്ക് യൂണിവേഴ്സിനെ പോലെ മറ്റൊന്നിനെ അറിയില്ല.
അത് ഒരൊറ്റ ഡേറ്റ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നിയമങ്ങളും യൂണിവേഴ്സിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതാകണമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ തുടക്കത്തിന് ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ചലിപ്പിക്കുന്നതിന് ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന വാദം ഒരു ഫിലോസോഫിക്കൽ നീഡ് മാത്രമാണ്, അതൊരു സയൻറ്റിഫിക് നീഡ് അല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പറഞ്ഞ ഏറ്റവും പോപ്പുലറായിട്ടുള്ള 3 ദൈവസങ്കല്പങ്ങളിൽ 2 സയൻറ്റിഫിക്കലി ഇറലവൻ്റ് ആണ്. കാരണം അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂണിവേഴ്സ് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ സംഭവിക്കും. അത്തരമൊരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ബേജാറായില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ആ 3ാമത്തെ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന സങ്കല്പം നിലവിലുള്ള ശാസ്ത്ര ധാരണകളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒരുപക്ഷെ ഊഹിക്കാവുന്നൊരു കാര്യം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു എത്തിയിസ്റ്റിക് നിലപാടാണ്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളാണ്. പക്ഷേ ജീവിതം തുടങ്ങുന്നത് ഈശ്വര വിശ്വാസിയായിട്ടായിരുന്നു. പിന്നീട് ആ വിശ്വാസം ഇല്ലാതാകുന്നതാണ്. അതെങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചാൽ, ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ആ ധാരണകളിൽ ഒരു ദൈവസങ്കല്പത്തിന് ഇരിക്കാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി പതിയെ പതിയെ ദൈവം അവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്. അതായത് ലോകധാരണയുടെ ഭാഗമായിരുന്ന ദൈവം ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ധാരണയിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ച് സംഭവിച്ചത്. എന്നാൽ ഇതെല്ലാവർക്കും സംഭവിക്കണമെന്നുണ്ടോ? ഇല്ല. അതായത് നിങ്ങൾ ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ദൈവവിശ്വാസം പോകണം എന്ന് ഗ്യാരണ്ടി ഇല്ല. അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അറിവുകളെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ അറിവ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫലവും മാറും. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള ധാരണ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് അവർ ആ അറിവിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ ആ അറിവിനെ ഉപയോഗിക്കുന്നത് ഈ ലോകത്തെ മീനിങ് ആക്കാനോ അല്ലെങ്കിൽ അതിനൊരു പർപ്പസ് കണ്ടെത്താനോ ഒക്കെയാണ്. ഇത് മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ നീഡാണ്. ഞാൻ ആരാണ്, എൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥം എന്താണ്, ഈ ലോകം എന്തിനാണ് നിലനിൽക്കുന്നത്, അതായത് പർപ്പസ് സീക്കിംഗ്, മീനിങ് സീക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കൽ നീഡുകളുണ്ട്. അതിനുവേണ്ടി അറിവിനെ കണ്ടെത്തുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അറിവ് വന്നതുകൊണ്ട് മാത്രം ആ നീഡ് ഇല്ലാതാകുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്നൊരു കാര്യം, കൂടുതൽ അറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോഴും ദൈവവിശ്വാസിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവസങ്കല്പം ഇല്ലാതാകുന്നതിന് പകരം ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ്, ന്യായീകരണങ്ങൾ കൂടുതൽ സങ്കീർണമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിവൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവസങ്കല്പം വളരെ സിമ്പിളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു കല്ലിനെ നോക്കി നമുക്ക് ആവശ്യമുള്ള കാര്യം മനസ്സുരുക്കി പറഞ്ഞാൽ ആ കല്ലിലൂടെ ആ കാര്യം സാധിച്ചെടുക്കും എന്ന വിശ്വാസം വളരെ സിമ്പിളായിട്ടുള്ള വിശ്വാസമാണ്. എന്നാൽ നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് കൂടുതൽ ധാരണകൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കല്ലിൽ പെട്ടെന്ന് അങ്ങനെ ആരോപിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾ അതിൽ നിന്നും ക്വാണ്ടം ഫിസിക്സിലൂടെ അല്ലെങ്കിൽ കോസ്മോളജിയിലൂടെയൊക്കെ ലോകത്ത് നേടിയിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഒരുപാട് കുഴപ്പിക്കേണ്ടി വരും. വളരെ സങ്കീർണമായിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ദൈവമായിരിക്കും അത്തരം ആളുകൾ ദൈവം എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ ഏതെങ്കിലും ഒരു ആൽത്തറയിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ഒരു മൂർത്തിയോട് കാര്യം പറഞ്ഞ് ലോകത്തെ നിയന്ത്രിച്ച് ആഗ്രഹം നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട്. ആ ആളിനെയും നമുക്ക് ദൈവവിശ്വാസി എന്ന് വിളിക്കാം. അതേസമയം മറ്റൊരു വശത്ത് ഫ്രിജോഫ് കാപ്ര, ദീപക് ചോപ്ര ഇങ്ങനെയുള്ള പല ആളുകളും വലിയ കോസ്മിക് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും സബാറ്റമിക് ലെവലിൽ ആറ്റങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്വാണ്ടം നിയമങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന അത്യധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുവേണ്ടി അവർ നിരന്തരം പ്രഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത് രണ്ടും ദൈവവിശ്വാസി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് വരുന്നത്. പൊതുവിൽ നിരീശ്വരവാദം എന്ന ആശയത്തെ ഖണ്ഡിക്കാൻ മാത്രമാണ് ഇത്തരം ആശയം പേറുന്ന ആളുകൾ ഒരുമിക്കുന്നത്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ ഇവർ വിളിക്കുന്ന ദൈവസങ്കല്പങ്ങളെല്ലാം വേറെ സങ്കല്പങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടി എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ദൈവവിശ്വാസം ഇല്ലാതായിക്കൊള്ളണം എന്നില്ല. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്കുള്ള ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ ആയിരുന്നു ഗോഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ഗോഡ് കൂടുതൽ ചുരുങ്ങി പോകാനാണ് സാധ്യത. നേരെ മറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീനിങ്ങിൻ്റെയോ പർപ്പസിൻ്റെയോ ഒക്കെ ഒരു ബേസിക് ഫ്രെയിംവർക്ക് ആയിരുന്നു ദൈവം എന്നുണ്ടെങ്കിൽ കൂടുതൽ അറിവ് നേടുമ്പോൾ ഈ ദൈവം കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആകാനാണ് സാധ്യത. അപ്പോൾ
എല്ലാവരും ഒരുപോലെയല്ല അവരുടെ അറിവിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ദൈവവും സയൻസും തമ്മിലല്ല ക്ലാഷ്. ഇവിടെ സെർട്ടൻറ്റിയും ക്യൂരിയോസിറ്റിയും തമ്മിലാണ് ക്ലാഷ്. അതായത് നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ ഫൈനൽ ഉത്തരങ്ങളായിട്ട് കണ്ട് അതിൽ അലിഖിത നിയമങ്ങളായിട്ട് കണ്ട് അവിടെ നിങ്ങളുടെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ഒരു നിലപാടാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ ഇനി ഉത്തരങ്ങൾ ഉണ്ടാക്കാം എന്നതാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു നിലപാട്. ചോയ്സ് നിങ്ങളുടേതാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം.